അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നാളെ നടക്കാനുള്ള ദുറൂസുൽ ഇഹ്സാനിൻ്റെ പരീക്ഷയ്ക്ക് കുട്ടികൾക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു മോഡൽ പേപ്പർ നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. അതുപോലെ തന്നെ ഓരോ അപ്ഡേറ്റുകൾക്കായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്യാം. ആദ്യത്തെ പ്രവർത്തനം ശരി അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കാണാം, വലതുഭാഗത്ത് ചോദ്യം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്ഷൻസുകൾ ഇടതുഭാഗത്ത് 3 തരത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിയായത് ടിക്ക് ചെയ്യുക. 1. ഔലിയാക്കളിലൂടെ പ്രകടമാകുന്നത്. ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന സംഭവം എന്താണ്? മുഅ്ജിസത്താണോ, കറാമത്താണോ, മാജിക്കാണോ? അത് കറാമത്താണ്. 2. മണ്ണിൽ നിന്ന് പക്ഷികളെ സൃഷ്ടിച്ചത്. ഇവിടെ 3 ഓപ്ഷൻസാണ് കൊടുത്തിട്ടുള്ളത്. മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം. ശരിയായത് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്തിൽപ്പെട്ടതായിരുന്നു. 3. സുലൈമാൻ നബി അലൈഹിസ്സലാം നബിയുടെ ഭരണ ആസ്ഥാനം എവിടെയായിരുന്നു? ഓപ്ഷൻസ് ഉണ്ട്: മക്ക, ഹുദൈബിയ, ജെറുസലേം. ശരിയായത് ജെറുസലേം. 4. ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം. സംസം വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലുകളിലൂടെ വന്ന വെള്ളം. ഹൗദുൽ കൗസർ. ശരിയായത് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ വന്ന ആ വെള്ളത്തിനാണ് ഏറ്റവും ശ്രേഷ്ഠത. 5. കാറ്റിനെ വാഹനമാക്കിയ പ്രവാചകൻ. കാറ്റിനെ വാഹനമാക്കിയ പ്രവാചകനാണ് ആര്? ഓപ്ഷൻസ് ഉണ്ട്: സുലൈമാൻ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം. ശരിയായത് സുലൈമാൻ നബി അലൈഹിസ്സലാം ആണ് കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. 2. അള്ളാഹുവിൻ്റെ പേരുകൾ കൊണ്ട് പട്ടിക പൂർത്തിയാക്കുക. അതായത് അസ്മാഉൽ ഹുസ്ന നമ്മൾ പഠിച്ചിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്നയിൽ ആദ്യത്തെ 8 പേരുകളിൽ 2 പേരൂടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി എന്ത് ചെയ്യണം? നമ്മൾ എഴുതണം. 8 പേരുകൾ ഇനി എഴുതി കൊടുക്കേണ്ടതാണ്. 2 കൂടെ കൊടുത്തിട്ടുണ്ട്. 1. അർ റഹ്മാൻ, അർ റഹീം, അൽ മലിക്, അൽ ഖുദ്ദൂസ്, അസ്സലാം, അൽ മുഅ്മിൻ, അൽ മുഹൈമിൻ, അൽ അസീസ്. ഇനി അടുത്ത പ്രവർത്തനമാണ് പൂർത്തിയാക്കുക എന്നുള്ളത്. വരി പൂർത്തിയാക്കി കൊടുക്കുക. 1. എല്ലാ അത്ഭുതങ്ങളും ഡാഷ്, അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്നവരെല്ലാം ഡാഷ്. എല്ലാ അത്ഭുതങ്ങളും കറാമത്തല്ല. അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്നവരെല്ലാം വലിയും അല്ല. 2. അംബിയ മുർസലുകൾ അള്ളാഹുവിൻ്റെ നബിമാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് അള്ളാഹു അവർക്ക് ഡാഷ്, അള്ളാഹു അവർക്ക് മുഅ്ജിസത്തുകൾ നൽകിയത്. 3. പിറന്നു വീണ ഉടനെ നാം കേൾക്കുന്നതും ദുനിയാവിൽ നിന്ന് പിരിയുമ്പോൾ അവസാനം ഉച്ചരിക്കേണ്ടതും ഡാഷ്. ഏതാണ്? അള്ളാഹു എന്ന നാമമാണ്. 4. അള്ളാഹു ഇഷ്ടപ്പെടുന്നതിന് നാം ഇഷ്ടപ്പെടുന്നതും അവൻ വെറുക്കുന്നതിന് നാം വെറുക്കുന്നതും ഡാഷ് കാരണമാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണമാണ്. 5. ഒരു നബിയുടെ അനുയായികളിൽപ്പെട്ട ഔലിയായിൽ നിന്ന് പ്രകടമാകുന്ന കറാമത്തുകൾ ആ നബി സത്യവാൻ ആണെന്ന് ഡാഷ്. ആ നബി സത്യവാനാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന മുഅ്ജിസത്ത് തന്നെയാണ്. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതുക. 1. നമ്മുടെ നബിയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാണ്? വിശുദ്ധ ഖുർആൻ. 2. ഏറ്റവും ഉത്തമ സമുദായം ഏതാകുന്നു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമാണ്. 3.
അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാർ എത്ര പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്? 1,24,000. 4. സിംഹാസനം എത്തിക്കാൻ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ ജിന്നുകളിൽപ്പെട്ട ഇഫ്രീത്ത് പറഞ്ഞത് എന്ത്? ഇഫ്രീത്ത് എന്ന് പറയുന്ന ജിന്ന് പറഞ്ഞത് എന്താ? അങ്ങ് ഈ സദസ്സ് വിട്ടു പിരിയുന്നതിന് മുമ്പ് ഞാൻ അത് ഇവിടെ എത്തിക്കാമെന്ന് പറഞ്ഞു. 5. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ ഹുജ്റത്തു ഷരീഫയുടെ ചാരത്ത് കൊണ്ടുവന്ന ശേഷം സ്വഹാബത്ത് പറഞ്ഞത് എന്ത്? അത് അറബിയിലുള്ള ആ ഒരു ഇതാണ് എഴുതേണ്ടത് കേട്ടോ. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഹാദാ അബൂബക്കറിൽ ബിൽ ബാബ്. ഇനി അടുത്ത പ്രവർത്തനം വ്യക്തമാക്കുക. 1. കറാമത്ത്. എന്തിനാണ് കറാമത്ത് എന്ന് പറയാം? ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ കാര്യങ്ങളെയാണ് കറാമത്ത് എന്ന് പറയുന്നത്. നിർബന്ധമായ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ ഈ 3 ക്വസ്റ്റ്യൻസും. 2. മുഅ്ജിസത്ത്. പ്രവാചകന്മാരിൽ നിന്ന് പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത്. ഇനി 3. ഔലിയ. ആരാണ് ഔലിയ? അള്ളാഹുവിനെയും അവൻ്റെ ഗുണങ്ങളെയും കുറിച്ച് മനസ്സിലാക്കി ആരാധനകളിൽ സ്ഥിരത പുലർത്തുകയും പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണ് ഔലിയാക്കൾ. ഇനി അടുത്ത പ്രവർത്തനം യോജിച്ചവ ചേർക്കുക. മുകളിൽ നിന്ന് താഴോട്ട് എഴുതിയെടുക്കുക. 1. യമനിലെ സബഅ് ഭരിച്ചിരുന്നത് ആരാണ്? മുകളിൽ കാണാം, ബിൽഖീസ് രാജ്ഞി. 2. മരിച്ചവരെ ജീവിപ്പിച്ചത് ആരാണ്? ഈസാ നബി അലൈഹിസ്സലാം. 3. അള്ളാഹുവിന് സുന്ദരമായ ഡാഷ് 99 നാമങ്ങളുണ്ട്. 4. വല്ലദീന ആമനു ഡാഷ് അഷദ്ദു ഹുബ്ബൻ ലില്ലാ. അടുത്ത പ്രവർത്തനം ആശയം എഴുതുക എന്നതാണ്. 1. തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. ഇതിൻ്റെ ആശയം എഴുതി കൊടുക്കുക. നിങ്ങൾ സൽക്കർമ്മങ്ങൾ കൽപ്പിക്കുകയും ദുഷ്കർമ്മങ്ങളിൽ നിന്ന് തടയുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. 2. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നബിയെ താങ്കൾ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. 3. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് ഏറ്റവും സുന്ദരമായ നാമങ്ങളുണ്ട്, അതിനാൽ ആ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക. 4. ഫഅൽഖ അസാഹു ഫഇദാ ഹിയ സുഅ്ബാനും മുബീൻ. മൂസാ നബി തൻ്റെ വടി താഴെയിട്ടു, അപ്പോൾ അതൊരു വ്യക്തമായ പാമ്പായി മാറി. അവസാന പ്രവർത്തനം 2 വീതം എഴുതുക. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകൾ. 2 മുഅ്ജിസത്ത് എഴുതിയാൽ മതി. ആദ്യത്തെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് എഴുതാം, ശുദ്ധമാക്കപ്പെട്ട ഖുർആൻ തന്നെ. മറ്റൊന്ന് ഇസ്രാ മിഅ്റാജ്, ഇനി വേണമെങ്കിൽ ചന്ദ്രനെ പിളർത്തിയ സംഭവം, അതുപോലെ വിരലിൻ്റെ ഇടയിലൂടെ ശുദ്ധജലം പ്രവഹിച്ചത്. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിൻ്റെ പ്രത്യേകതകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൻ്റെ പ്രത്യേകതകൾ. 1. സൽക്കർമ്മങ്ങൾ കൽപ്പിക്കുകയും ദുഷ്കർമ്മങ്ങൾ തടയുകയും ചെയ്യുക. 2. വിചാരണയും പ്രവേശനവും ആദ്യമായി ലഭിക്കുക. ളുഇൻ്റെ കാരണം കൊണ്ട് മഹ്ശറയിൽ അവയവങ്ങൾ പ്രകാശിക്കുക. 3. അള്ളാഹുവിനോട് ഇഷ്ടം വളർത്താൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ. 1. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. 2. അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നന്നായി അറിയുക. അപ്പോൾ ഇതോടുകൂടെ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.